ഹലോ അസ്സലാമു അലൈക്കും സുഹൃത്തുക്കൾ, എന്തൊക്കെയാണ് സുഖമല്ലേ? നമ്മളെ അജ്മാലിലെ ടെസ്റ്റ് ഏരിയ കുറച്ച് നേരം ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം ജസ്റ്റ് കാണിക്കണം. ടെസ്റ്റ് എടുക്കുന്ന ഭാഗം മുന്നിൽ വണ്ടി ഉണ്ടെങ്കിൽ ഫുള്ള് വ്യൂ ബാക്ക് ഉണ്ടെങ്കിൽ എടുത്ത് പോകാത്ത രീതിയിൽ മെല്ലെ എന്ത് ചെയ്യുക, ഫുള്ള് കട്ട് ചെയ്തിട്ട് എടുത്ത് പോകാൻ വേണ്ടി. അതാ ഒന്നുകൂടി അടുപ്പിച്ചിട്ടാണെങ്കിൽ റിവേഴ്സ് ഇട്ടിട്ട് ഫുള്ള് റൈറ്റ് ഹാൻഡ് ചെയ്തിട്ട് വണ്ടി സൈഡ് പാർക്കിംഗ് എടുത്ത് പോണ പോലെ തിരിച്ച് ഡീലിട്ട് എന്ത് ചെയ്യുക, ഫുള്ള് കട്ട് ചെയ്ത് പോകാം. മെല്ലെ എക്സൽട്ട് കൊടുക്കുക, ഫുള്ള് പുറത്ത് വന്ന പാട് വണ്ടി ബോണറ്റ് സ്റ്റഡിയാക്കി കൊടുക്കുക. ഇനി സ്പീഡ് മെല്ലെ കൂട്ടുക. ഏറിപ്പോൾ ഇനി 1-2 മിനിറ്റ് ഉണ്ടാവുള്ളൂ ടെസ്റ്റ്. അപ്പോൾ ആ സമയത്ത് ലൈൻ ചേഞ്ചിലും സെൻട്രൽ മിററും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, മെയിൻ റോഡിൽ സ്പീഡ് ലിമിറ്റ് വാച്ച് ചെയ്യുക. ഇപ്പോൾ അധികം കിട്ടണമെങ്കിൽ ആ വരുന്ന യൂട്ടൺ കിട്ടും. ഡിസ്റ്റൻസ് വെച്ച് കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കുക. ഇതിപ്പോൾ സെൻട്രൽ മിറർ നോക്കുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, സെൻറ്റർ ലെഫ്റ്റ് ഷോൾഡർ നോക്കിയിട്ട് ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്തിട്ട് മെല്ലെ ഉള്ളിൽ കയറുക. ഓക്കെ, സിഗ്നലിൽ വെയിറ്റ് ചെയ്യുക, സെൻട്രൽ മിറർ നോക്കുക. ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ പരമാവധി ഒന്ന് തലപൊന്തിച്ച് സെൻട്രൽ മിറർ നോക്കുക. ഓക്കെ, ആ മുന്നത്തെ വണ്ടിയുടെ ബാക്ക് ടയർ ഫുള്ള് കാണുന്ന രീതിയിൽ വണ്ടി വെയിറ്റ് ചെയ്യുക. സിഗ്നൽ ശ്രദ്ധിച്ച് നിൽക്കുക. ഇടയ്ക്ക് സെൻട്രൽ മിററും റൈറ്റ് മിററും ലെഫ്റ്റ് മിററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഒരു ഫുള്ള് നമ്മൾ ശ്രദ്ധ വണ്ടീനെ പുറത്തും നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ള പോലീസുകാർക്ക് കാണുന്ന രീതിയിൽ റെഡിയായി നിൽക്കുക. ഓക്കെ, ഇവിടെ ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്ടന് ഒരു പാർക്കിങ് ചിലപ്പോൾ റൈറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കച്ച പാർക്കിങ്ങോ, സിമ്പിൾ ടെസ്റ്റ്. അവിടെ വലിയ റിസ്ക് ഇല്ലാതെ വണ്ടി കറക്റ്റ് ഒന്ന് കോൺഫിഡൻറ്റ് ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് അജ്മാലിൻ്റെ ബസ് സ്റ്റേഷൻ്റെ ഭാഗമൊക്കെ. ഓക്കെ, സ്പീഡ് ലിമിറ്റ് കണ്ടില്ല, ബോർഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടി അടുപ്പിച്ച് പോകരുത്. എപ്പോൾ ഒരു വണ്ടി അടുപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പിന്നെയും അടുപ്പിച്ച് നിർത്തരുത്. അപ്പോൾ പരമാവധി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെ നിൽക്കുക. ഓക്കെ, ഈ സിഗ്നലൊക്കെ ഉണ്ടല്ലോ, ഈ സിഗ്നലിലൊക്കെ മാക്സിമം ഒരു 3 വണ്ടിയേ പോകുള്ളൂ. ടെസ്റ്റിൻ്റെ വണ്ടിയാണെങ്കിൽ 2 പോകുള്ളൂ. എന്ന് വെച്ചാൽ യൂട്ടൺ അടിക്കുമ്പോൾ ഫുള്ള് ടാൻ ചെയ്ത് തിരിച്ച് വരുമ്പോഴൊക്കെ ഇവിടെ സമയം എടുക്കും. അപ്പോൾ വേഗം റഷ് ചെയ്ത് കയറരുത്. ബാക്കിലെ വണ്ടി നല്ലോണം മൂവിങ് ആണെങ്കിൽ മാത്രം എക്സിറ്റ് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് ബ്രേക്ക് ചെയ്ത് കട്ട് ചെയ്യരുത്. ഓക്കെ, പരമാവധി സ്ലോ ആക്കണ്ടല്ലേ. ഈ ലൈന് കാണുമ്പോൾ ആ വണ്ടി തന്നെ പോയിട്ടില്ല, മിന്നി അവിടെ മെല്ലെ നിർത്തുക. ഓക്കെ, പിന്നെ റിസ്ക് എടുക്കുക. ആ ലൈന് കാണുന്ന വണ്ടി നിർത്തുമ്പോൾ നമ്മൾ ഈ 3 ബ്ലിങ്കായിട്ടും ആ വണ്ടി അവിടെ നിന്ന് പോകാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ പോയിട്ട് കാര്യമില്ല, പിന്നെ അവിടെ പോയി നിൽക്കുന്ന വേണം. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കോർണർ അതാ, ലെഫ്റ്റ് സൈഡ് ഈ വണ്ടിയുടെ യൂട്ടൻ്റെ ബോർഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇൻ്റർലോക്ക് ലാസ്റ്റ് എൻഡ് കഴിയുമ്പോൾ വണ്ടിയുടെ പകുതി ഭാഗം കഴിയുമ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് യൂട്ടൺ കിട്ടും. ഉണ്ടാവും. ഓക്കെ, യൂട്ടൺ ഓടിക്കുമ്പോൾ ചെറിയൊരു സ്പീഡിനൊക്കെ ഓടിച്ചത് ബ്രേക്ക് ചോട്ടി തിരിക്കരുത്. ചെറിയൊരു മൂവിങ്ങിൽ അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തെ ട്രാക്കിൽ എന്ത് ചെയ്യുക, സ്റ്റഡി ആക്കിയിട്ട് സെൻട്രൽ മിറർ നോക്കുക, ലെഫ്റ്റ് റൈറ്റ് മിറർ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ പരമാവധി പോകുമ്പോൾ തന്നെ അവർ പാർക്കിംഗ് എപ്പോഴാണ് പറയാമെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഡിസ്റ്റൻസ്, അവർ പാർക്കിങ്ങിൻ്റെ സ്പേസ് നോക്കി വരും. പാർക്കിംഗ് എന്ന് പറയുമ്പോൾ മുന്നിൽ ആ വണ്ടികളൊക്കെ കഴിഞ്ഞപ്പോൾ പാർക്കിംഗ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക, സെൻട്രൽ മിറർ നോക്കുക. ഇതിന് മുന്നേ നിർത്തുകയാണെങ്കിൽ എന്തായാലും നിർത്തിയിട്ട് എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് ഹസാർഡ് ഇടണം. ഓക്കെ, നിർത്തി പാർക്ക് ചെയ്തു, ഹാൻഡ് ബാക്ക് ഇട്ട് ഹസാർഡ് ഇടുക. ഓക്കെ, ഇനി ഇവിടുന്ന് അതേപോലെ അടുത്ത ആൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ വന്ന് കയറി ഇരുന്നോട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതൊരു കുറച്ച് സെക്കൻഡ് കൊണ്ട് എടുത്ത് പോകണം. അപ്പോൾ മുന്നിലെ സ്പേസ് ഉണ്ട്, സെൻട്രൽ മിറർ നോക്കുക, ലെഫ്റ്റ് മിറർ നോക്കി വെയിറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് എടുത്തു, വണ്ടി ഉണ്ട്. ഇപ്പോൾ ഒരു വണ്ടി ലാസ്റ്റ് വണ്ടി വരുന്നുണ്ട്, ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് ചെയ്യുക, വണ്ടി എടുത്തു പോകുക. പരമാവധി ആ വണ്ടീൻ്റെ പിന്നാലെ അടുത്ത വണ്ടിക്ക് സ്പേസ് ഉണ്ടെങ്കിൽ വേഗം എടുത്തു പോകുക. ഓക്കെ, പിന്നെ നമ്മൾ വണ്ടിയുടെ ബാക്ക് സൈഡ്, ഇപ്പോൾ വണ്ടി പാർക്കിങ്ങിലുള്ള സ്ഥലങ്ങളാണല്ലോ, അതിൻ്റെ ബാക്ക് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് ഓൺ ആണോ നോക്കുക. അങ്ങനെ ഏതെങ്കിലും വണ്ടി പോകുന്നുണ്ടെങ്കിൽ അസാഡിട്ട് അവർക്ക് വഴി കൊടുക്കുക, നിർത്തിയിട്ട് മെല്ലെ. ഇപ്പോൾ മുന്നിലൊരു വണ്ടി റിവേഴ്സ് ലൈറ്റ് കത്തുന്നത് കണ്ടോ, അതിൽ ഈ വണ്ടീൻ്റെ ഫ്രണ്ടിൽ അത് റിവേഴ്സ് ഇട്ട് ഒരു വണ്ടി ഗ്യാപ്പ് ഇതാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയുടെ അടുത്തേക്ക് എക്സിറ്റ് കൊടുത്ത് പോയത് കുറച്ച് സ്ലോ ആക്കുക. അവരുള്ളിൽ കയറി കഴിഞ്ഞ പാട് ചെറുതായിട്ടൊന്ന് എക്സിറ്റ് കൊടുത്ത് പോകും. ഫുള്ള് ചവിട്ടണമെന്നുണ്ടെങ്കിൽ അസാഡ് ഇട്ടിട്ട് മെല്ലെ ചവിട്ടുക. അസാഡ് ഇട്ടിട്ട് ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ, ബ്രേക്ക് ചെയ്തിട്ട് അസാഡ് ഇടരുത്. ഓക്കെ, ഇവിടുന്ന് റൈറ്റിൽ നിന്ന് റൈറ്റ് പോകാം, ഇവിടുന്ന് സ്ട്രൈറ്റും പോകാം. ഈ ട്രാക്കിൽ 3 ട്രാക്ക് ഉണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ട്രാക്കിന് ലെഫ്റ്റും യൂട്ടേണും. ഓക്കെ, ഈ 2 ട്രാക്ക് സ്ട്രൈറ്റ് മാത്രം. ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ലെഫ്റ്റ് പറയുമ്പോൾ എന്താവും, കൺഫ്യൂസ് ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പരമാവധി ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവും, ഈസിയായിട്ട് വണ്ടി ഓടിക്കാം. സ്ഥലങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലും വണ്ടി ഈസിയായിട്ട് ഓടിക്കാൻ കിട്ടും. ഓക്കെ, അല്ലാതെ ഒരു ദിവസം 2 ദിവസം ഒന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അജ്മാൻ്റെ ടെസ്റ്റ് ക്ലിയർ ആക്കാൻ പറ്റില്ല. അത്യാവശ്യം പഠിക്കുന്ന വേണം. എവിടെയാണ് പഠിക്കുന്നത് അവിടെ നീറ്റായിട്ട് പഠിക്കുക. ക്ലാസ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ റോഡും കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൽ ഈസിയാവും. ഓക്കെ, മാനുവലാണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലൊക്കെ ഈ ലൊക്കേഷൻ തന്നെ പഠിപ്പിക്കൽ. 2 യൂട്ടൺ കിട്ടും, പിന്നെ ഒരു പാർക്കിംഗ്. വളരെ സിമ്പിളായിട്ടുള്ള റോഡുകളാണ്.
സൈൻ ബോർഡുകൾ ശ്രദ്ധിക്കുക. പെഡസ്ട്രിയനിൽ എല്ലാ റൈറ്റ് സൈഡ് പെഡസ്ട്രിയനിലും സ്റ്റോപ്പ് ബോർഡ് ഉണ്ട്. ഒരു സെക്കൻഡ് നിർത്തി ലെഫ്റ്റ് തിരിഞ്ഞു നോക്കിയിട്ട് അപ്പം തന്നെ ഒരുപാട് സമയം കൊടുക്കരുത്. അവിടുന്ന് ആ പള്ളിയുടെ മുന്നിൽ കൂടുന്ന റൈറ്റ് വരുമ്പോൾ ഒരു ഗിവ് എ ബോർഡ് കാണുന്നുണ്ടല്ലേ, അതിൽ മാത്രമാണ് വണ്ടി ചെക്ക് ചെയ്തിട്ട് വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ പരമാവധി ശ്രദ്ധിക്കുക. സൈൻ ബോർഡുകൾ മുന്നിൽ വണ്ടി ശ്രദ്ധിക്കുക. ഈ മുന്നത്തെ വണ്ടി മാത്രം നോക്കി വണ്ടി ഓടിക്കരുത്, കുറച്ച് അതിൻ്റെ മുന്നിലേക്കും നോക്കണം. എന്നാലേ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുള്ളൂ. അജ്മാൻ്റെ ഈ ടെസ്റ്റ് ലൊക്കേഷനിൽ അധികം കിട്ടുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇതാ ഇവിടെ ഏത് സ്ഥലത്തും കിട്ടും കേട്ടോ, ഇവിടെ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാ ഭാഗം പഠിക്കണം. പഠിക്കുമ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് ഉണ്ടല്ലേ, അതിൽ പാർക്കിങ്ങിൽ നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് ഉണ്ട്. കയറി മെല്ലെ ഉള്ളിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, അതവിടെ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി ഇവിടുന്ന് എടുത്തു പോകുമ്പോഴും അതേപോലെ ചെക്ക് ചെയ്യുക. രണ്ട് സൈഡും ചെക്ക് ചെയ്ത് തിരിഞ്ഞ് വെക്കുക, എന്നിട്ട് പോവുക. ഒരു സ്റ്റോപ്പ് ലൈൻ ഉണ്ട്, നിർത്തി വെയിറ്റ് ചെയ്തിട്ട് നല്ലോണം ഹെഡ് ഫുള്ള് ടാൻ ചെയ്ത് ബാക്കിലേക്ക് നോക്കിയിട്ട് വണ്ടി എടുത്ത് പോകുക. ഓക്കെ, ചെറുതായിട്ട് സ്പീഡ് കൂട്ടുക. ഒരു 40-45 റേഞ്ചിൽ എത്തിയ പാട് ഈ യൂട്ടെന്ന് പറയുകയാണെങ്കിൽ സെൻറ്റർ ലെഫ്റ്റ് ഷോൾഡർ നോക്കുക, ലൈന് ചേഞ്ച് ചെയ്യുക. ലൈന് ചേഞ്ച് ചെയ്ത് ഉള്ളിൽ വന്ന പാട് ഒന്നുകൂടി സെൻറ്റർ മറ നോക്കുക. ഓക്കെ, ആളുണ്ടെങ്കിൽ ഈ പെഡസ്ട്രിയൻ പോലത്തെ ഹമ്പിൽ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ക്രോസ് ചെയ്യും. അവിടെ രണ്ട് വണ്ടിനെ പിന്നെ മൂവ് ആക്കണ്ട, സ്പീഡ് ബ്രേക്കിന് മുന്നായിട്ട് നിന്ന് ഹമ്പിന് മുന്നായിട്ട് നിർത്തുക. അവിടെ ഒരു വണ്ടിക്ക് സ്പേസ് ഉണ്ടെങ്കിൽ മെല്ലെ മൂവ് ആക്കുക, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുക, റൗണ്ട് അബൌട്ടിനുള്ളിൽ ഒന്നുകൂടി തിരിഞ്ഞു നോക്കുക. പിന്നെ നമുക്ക് എന്ത് വണ്ടി ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു എക്സെറ്റ് കൊടുത്ത് റൗണ്ട് അബൌട്ടിന് ഇൻസൈഡ് സ്പീഡ് ലിമിറ്റ് അറിയാലോ 30 കിലോമീറ്റർ, 30 സ്പീഡ് ഫോളോ ചെയ്യുക. ചെറിയ എക്സെറ്റ് കൊടുത്ത് വെച്ചാൽ മതി. മുന്നിൽ വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ എക്സെറ്റ് കൊടുക്കണ്ട, ചെറിയൊരു സ്പീഡിൽ മെല്ലെ പോയാൽ മതി. ഇനി ഇവിടുന്ന് ലാസ്റ്റ് എക്സിന് മുന്നായിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. ആ വണ്ടീൻ്റെ അടുത്തേക്ക് എത്താത്ത രീതിയിൽ നല്ല ഡിസ്റ്റൻസ് വെക്കുക, ചെറിയ എക്സെറ്റ് കൊടുക്കുക. ഈ റൈറ്റും വണ്ടി പുറത്തിറങ്ങുന്ന ഭാഗമുള്ള സ്ഥലത്ത് കയറരുത്. ഇപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സെൻറ്റർ മിറർ നോക്കി തിരിഞ്ഞ് നോക്കിയിട്ട് കയറുക. ഇപ്പോൾ ഇവിടെ പാർക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ മെല്ലെ എന്ത് ചെയ്യുക, നമ്മളെ കച്ചയിലേക്ക് മെല്ലെ കയറ്റിയിട്ട് മെല്ലെ ചെറിയ ബ്രേക്ക്, കുത്തനെ ബ്രേക്ക് ചോദിച്ചു ചെറിയൊരു ബ്രേക്കിൽ മെല്ലെ മൂവിങ്ങിൽ തന്നെ എന്ത് ചെയ്യുക, അങ്ങനെ മെല്ലെ നിർത്തി കൊടുക്കും. ഓക്കെ, പിന്നെ പാർക്കിംഗ് ഹാൻഡ് ബ്രേക്ക് അസാഡ് ഇട്ടു. ഓക്കെ, ഇനി അടുത്ത ആൾ മാറുകയാണെങ്കിൽ അടുത്ത ആൾക്കും ഇതേപോലെ ഡ്രൈവിംഗ് സ്കൂളിൽ തുടങ്ങിയ ആൾക്കാർക്ക് മൂന്നാളെ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ നാലാമത്തെ ആൾ പിന്നെ ഡ്രൈവിംഗ് സ്കൂളിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓർമ്മകളൊക്കെ എവിടെയൊക്കെ കിട്ടുന്നുള്ളൊരു നമ്മൾ പഠിച്ച രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് കിട്ടുക. അപ്പോൾ അസാഡ് കട്ട് ചെയ്ത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സെൻറ്റർ മിറർ നോക്കി, ബാക്കിൽ വണ്ടികളൊന്നുമില്ല. ഓക്കെ, ചെറിയൊരു എക്സെലർ കൊടുക്കുക, വേഗം മാറി കൊടുക്കുക. ചെറിയൊരു സ്പീഡിൽ വിട്ട് കൊടുക്കരുത്. ഒരു ചെറിയ എക്സെലർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ മുന്നിൽ വണ്ടി കണ്ട് എക്സെലറിന് മെല്ലെ കാലെടുക്കുക. അവിടെ ഇങ്ങനെ എക്സെലർ കൊടുത്ത് ഒരു കാര്യമില്ല, പിന്നെ വണ്ടിൻ്റെ ഒപ്പം പോയിട്ട് അസാഡ് ഇട്ട് കാര്യമില്ല. അപ്പോൾ മുന്നേ നോക്കുക. അപ്പോൾ യൂട്ടനാണ്, സെൻറ്റർ ലെഫ്റ്റ് ഷോൾഡർ നോക്കുക, ചെറിയൊരു സ്പീഡിൽ തന്നെ 40-45 റേഞ്ചിൽ അങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ വേഗം കയറുക, തുടക്കത്തിന് കയറുക. ഓക്കെ, രണ്ട് സൈഡിലും ടച്ച് ആകാത്ത രീതിയിൽ നിൽക്കുക. ഒരു സെക്കൻഡ് നിർത്തി അവിടെ എന്ത് ചെയ്യുക, ഒരു സെക്കൻഡ് നിർത്തി എക്സൽ കൊടുക്കുക പോകുക. ആ വണ്ടി വരെ ഡിസ്റ്റൻസ് അറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ എക്സൽ കൊടുത്ത് പോകാൻ പറ്റും. സെൻറ്റർ മിറർ നോക്കുക. ഇനി അടുത്ത് പോയി ഒന്നുകൂടി വിട്ടാൻ പറയുകയാണെങ്കിൽ സെൻറ്റർ ലെഫ്റ്റ് ഷോൾഡർ നോക്കുക, അതേ സ്പീഡിൽ എന്ത് ചെയ്യുക, മെല്ലെ ഉള്ളിൽ കയറുക. ചെറിയൊരു സ്ലോയിൽ മെല്ലെ യൂട്ടൺ അടിക്കുക. ഓക്കെ, ആ വണ്ടിയുടെ ബാക്ക് സൈഡ് ഫുള്ള് കാണുമ്പോൾ മെല്ലെ നിർത്തി കൊടുക്കുക, വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തു, പിന്നെ നിർത്തണമെന്നില്ല. ഈ വണ്ടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മെല്ലെ എക്സൽ കൊടുത്ത് എന്ത് ചെയ്യാം, പോകാം. ചെറിയൊരു സ്പീഡിൽ തന്നെ കറങ്ങണം, ബ്രേക്ക് ചെയ്യരുത്. പിന്നെ സ്പീഡ് കൂട്ടി സെൻറ്റർ മിറർ നോക്കിയാൽ വണ്ടി എത്തിയിട്ടില്ല. പാർക്കിംഗ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക, മെല്ലെ ബ്രേക്ക് ചെയ്തിട്ട് ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തണ്ട, പാർക്കിംഗ് ഉണ്ടെങ്കിൽ മെല്ലെ അങ്ങനെ സെൻറ്ററാക്കി നിർത്തി കൊടുക്കുക. പാർക്കിംഗ് ഹാൻഡ് ബ്രേക്ക്. ഓക്കെ, ഇതാണ് അജ്മാൻ ഏരിയൻ്റെ മെയിനായിട്ട് നടക്കുന്ന ടെസ്റ്റ് ഏരിയ ആണ്. ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് മാത്രം. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ടെസ്റ്റ് കൊടുക്കുക, ക്ലിയർ ആക്കുക. ഓക്കെ, ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആക്കുകയാണ് ഈ ഏരിയയിൽ തന്നെയാണ്. അടുത്ത ഡീലിട്ടു, ഹാൻഡ് ബ്രേക്ക് ഡൗൺ ആക്കി, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സെൻറ്റർ ലെഫ്റ്റ് മിറർ നോക്കുക. വണ്ടി എടുക്കുമ്പോൾ ഒന്ന് ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുക. ചെറിയൊരു സ്പീഡ് യൂട്ട്, വണ്ടി ഒന്ന് സ്റ്റഡി ആക്കിയ ഇവിടെ എന്ത് ചെയ്യുക, സെൻട്രൽ ലെഫ്റ്റ് ഷോൾഡർ ഒന്നുകൂടി നോക്കിയിട്ട് മെല്ലെ അങ്ങനെ ഉള്ളിൽ കയറുക. ടെൻഷൻ കൂട്ടിയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. പഠിച്ചത് എന്താണോ അതേപോലെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഓക്കെ, രാവിലെ അത്ര വണ്ടികളൊന്നും ഉണ്ടാവില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് വിചാരിച്ച ലെവലിൽ ഓടിക്കാം. പക്ഷേ നമ്മളിവിടെ പഠിക്കണം. 1-2 ദിവസം പഠിച്ചിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ ടെസ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അത്യാവശ്യം പഠിക്കുക, ചെറിയൊരു എക്സലർ കൊടുത്തിട്ട്
സെൻറ്റർ മിറർ നോക്കുക, ചെറിയ സ്പീഡ് കൂട്ടുക. പാർക്കിംഗ് ഇൻഡിക്കേറ്റർ ഇടുക, ചെറുതായിട്ടുള്ള കയറുക, മെല്ലെ പാർക്ക് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക്, പാർക്കിംഗ്, അസാഡ് ഇടുക. ഓക്കെ, താങ്ക് യു.